കറൻസി പോലെ വലിയ സുരക്ഷാ മുൻകരുതലുകൾ അവകാശപ്പെടുന്നതാണ് ലോട്ടറി ടിക്കറ്റുകൾ. ദിനം പ്രതി 50 കോടിയോളം രൂപയുടെ വിൽപ്പന നടക്കുന്ന ടിക്കറ്റുകളിലാണ് ഈ വ്യാജനം ഇറങ്ങുന്നതെന്ന് നമ്മൾ ഓർക്കണം. ആസൂത്രിതമായ വലിയ തട്ടിപ്പാണ് ഇതിനു പിന്നിൽ എന്നത് വ്യക്തമല്ലേ? മദ്യം കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വലിയ വരുമാന മാർഗങ്ങളിലൊന്നാണ് ലോട്ടറി. ഒരു ദിവസം 1,08,00,000 ലോട്ടറി ടിക്കറ്റുകളാണ് കേരളത്തിൽ അച്ചടിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും ദിവസവും വിറ്റുപോകുകയും ചെയ്യും. അങ്ങനെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ ബുധനാഴ്ചയും നറുക്കെടുക്കുന്ന ധനലക്ഷ്മി ഭാഗ്യക്കുറി ടിക്കറ്റാണ്. ഈ ടിക്കറ്റുകളെല്ലാം അച്ചടിക്കുന്നത് കാക്കനാട്ടെ KBPS-ലാണ്. ഏതാണ്ട് 9ഓളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിലുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് ഈ ടിക്കറ്റുകളുടെ വ്യാജനടിക്കാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ ലോട്ടറി വകുപ്പും KBPS-ഉം ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറങ്ങുന്നത് എന്നതാണ് കണ്ടുപിടിക്കേണ്ട കാര്യം. 1,08,00,000 ടിക്കറ്റുകൾ അച്ചടിച്ച് വിൽപ്പന നടത്തുന്നതിൽ എത്ര ടിക്കറ്റുകൾക്ക് സമ്മാനം കിട്ടുമെന്നത് ടിക്കറ്റിൻ്റെ മറുഭാഗത്തുണ്ട്. ഇത് പ്രകാരം 3,88,814 ടിക്കറ്റുകൾക്കാണ് ഓരോ ദിവസവും സമ്മാനങ്ങൾ നൽകുന്നത്. 23,27,95,000 രൂപയുടെ സമ്മാനങ്ങളാണ് ഓരോ ദിവസവും ലോട്ടറി ഡയറക്ടറേറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മാന ഘടനയും ഇതിൻ്റെ ടിക്കറ്റിൻ്റെ വിശദാംശങ്ങളും എല്ലാം ഓരോ ലോട്ടറി ടിക്കറ്റിൻ്റെയും പുറകുവശത്ത് അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി എല്ലാവരും എടുക്കുന്നത് അതിൻ്റെ വിശ്വാസ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വ്യാജ ടിക്കറ്റുകൾ പ്രചരിക്കുന്നതും ആളുകൾ വഞ്ചിക്കപ്പെടുന്നതും അതിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. ഇതിൽ കൃത്യമായി ഇടപെടൽ വേണം. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 2-ന് നറുക്കെടുത്ത ഭാഗ്യധാര ടിക്കറ്റിൻ്റെ 1ാം സമ്മാനം ലഭിച്ച 1-ലധികം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിലേക്ക് ചെന്നത്. ആലപ്പുഴ ജില്ലയിലാണ് 1ാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ വ്യാജ ടിക്കറ്റും പ്രചരിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്? 1-ലധികം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതിലൂടെ തന്നെ മനസ്സിലാക്കുന്നത് അതിൽ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ടിക്കറ്റുകളുടെ തനിപ്പകർപ്പുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ മാർഗമെന്ത്, രീതിയെന്ത്, അതിന് പിന്നിലുള്ള സംഘമേത്? ഇതൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.